തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. ചർച്ച നടത്താതെ പാസാക്കിയ ബില്ലിന് അനുമതി നൽകരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ഗവർണറുടെ നടപടി. അങ്ങനെ തദ്ദേശ വാർഡ് വിഭജന ബിൽ പാസ്സായിരിക്കുന്നു. പാസ്സായ ബിൽ നിയമമായിരിക്കുന്നു. ഉറപ്പായും ബില്ല് നിയമമായിരിക്കുന്നു. വലിയ വിവാദങ്ങൾ ബില്ലിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബില്ല് നിയമസഭയിൽ കാര്യമായ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടില്ല, പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കേട്ടിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബില്ല് പാസ്സായി, നിയമസഭ പാസ്സായി ഗവർണർക്ക് അയച്ചപ്പോൾ ബില്ലിൽ ഒപ്പുവയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തുകയും വിശദമായ ചർച്ച നടക്കാത്തതിനാൽ ബില്ലിനെ അവഗണിക്കണമെന്നതായിരുന്നു ഗവർണറുള്ള ആവശ്യം. പക്ഷേ ആവശ്യം ഗവർണർ തള്ളിയിരിക്കുന്നു, ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനാക്കിക്കൊണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഗവർണർ ഈ ബില്ല് അംഗീകരിക്കാത്തതുകൊണ്ട് ഈ നടപടികൾ വൈകുകയായിരുന്നു. ഇനി മുതൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഓരോ വാർഡ് വീതം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. സർക്കാർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. വാർഡ് വിഭജന ബില്ലിന് അംഗീകാരം വന്നിരിക്കുന്നു. 2 പ്രധാന ബില്ലുകളാണ്, 2 ഭേദഗതി ബില്ലുകളാണ്. പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി നിയമങ്ങളിലുള്ള ഭേദഗതി ബില്ലിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമായി വരികയാണ്. നിലവിലുള്ള വാർഡുകളിൽ നിന്ന് പലയിടത്തു നിന്ന് എണ്ണം ശേഖരിച്ച് പുതിയൊരു വാർഡ് രൂപീകരിക്കാനുള്ള തദ്ദേശ വാർഡ് വിഭജന ബിൽ ഗവർണർ ഒപ്പുവെച്ചതോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നടപടിക്രമങ്ങളിലേക്ക് ഉടൻ അധികൃതർ കടക്കും.